അറക്കൻ സൈന്യം മ്യാൻമറിലും ബംഗ്ലാദേശ് അതിർത്തിയിലും ശക്തി പ്രാപിക്കുന്നതിനെ തുടർന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പലതവണ പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഇവർ പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പല രാജ്യങ്ങളിലേക്കാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പലായനം ചെയ്യുന്നത്. ഈയിടയ്ക്ക് 60,000 റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ അറക്കൻ ആർമിയെ ഭയന്ന് അവർ ബംഗ്ലാദേശ് അതിർത്തി കടന്നു പോയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം മലേഷ്യൻ സർക്കാർ ഇതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കനത്ത ജാഗ്രതയാണ് മലേഷ്യയിൽ അതിർത്തികളിലെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. പോരാത്തതിന് ഇവർ വരുന്നത് കടൽ മാർഗമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ കടലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 300 ബോട്ടുകളുമായി വന്ന 300 റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി വന്ന ഒരു ബോട്ടിനെ മലേഷ്യൻ തീരത്ത് നിന്നും തുരത്തി ഓടിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാം തന്നെ പറയുന്നത്. പോരാത്തതിന് 196 റോഹിംഗ്യകളെ കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഈ 300 ബോട്ടുകളിലായി വന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇപ്പോൾ കടലിൽ തന്നെ അലഞ്ഞു തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. ഒരു അതിർത്തി പ്രദേശങ്ങളിലും, അതായത് ഒരു രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിലും ഇവർക്ക് അടുക്കാൻ കഴിയാത്തൊരു രീതിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സമാനമായ രീതിയിൽ വലിയ രീതിയിൽ നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നുമുള്ള പലായനം റോഹിംഗ്യൻ അഭയാർത്ഥികൾ നടത്തുന്നുണ്ട്. ഇതേ തുടർന്ന് ഇന്ത്യ അടക്കമുള്ളവർ അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഇവർ കടന്നു കയറാനുള്ള സാഹചര്യം അതിഭീകരമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള BSFന്റെ ഫോഴ്സുകളെയാണ് അവിടെയെല്ലാം വിന്യസിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ബംഗ്ലാദേശിലേക്ക് റോഹിംഗ്യൻ മുസ്ലിംസ് കടക്കാതിരിക്കാൻ അവരും വലിയ രീതിയിലുള്ള പ്രിക്കോഷൻസ് അഥവാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 60,000 റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും അകത്തേക്ക് കടത്തിവിട്ടത് കൈക്കൂലി വാങ്ങിയാണ് എന്നുള്ള ആക്ഷേപങ്ങളും ഇതേ തുടർന്ന് ഉയരുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പെരുവഴിയിലായി എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.